കോട്ടയത്ത് ഒട്ടും സഹിക്കാനാവാത്ത വേദനയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അഹമ്മദ് ഫൈസി 11 വയസ്സ്, ഫൈഹ മെഹ്റൻ 10 വയസ്സ്, അഹമ്മദ് ഫൈസ് മുസാഫിർ 4.5 വയസ്സ് എന്നീ 3 കുഞ്ഞുങ്ങളും ബീറ്റ തലസീമിയ മേജർ എന്ന മാരക രോഗത്തോട് പോരാടുകയാണ്. എല്ലാ ദിവസവും നിരന്തരമായുള്ള ആശുപത്രി സന്ദർശനങ്ങളും വേദനാജനകമായ ചികിത്സാ രീതികളും ആ കുഞ്ഞുങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നത് അവരുടെ മാതാപിതാക്കൾ നിസ്സഹായതയോടെയും ഇനി സമയം അധികം ബാക്കിയില്ലെന്ന ഭയത്തോടെയും കാണുന്നു. ഫൈസി ഒരു പൈലറ്റാകാൻ ആഗ്രഹിക്കുന്നു. ഫൈഹ ഒരു ഓങ്കോളജിസ്റ്റായി കുട്ടികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ക്യാപ്റ്റനായി പറക്കാൻ ചെറിയ ഫായിസ് ആഗ്രഹിക്കുന്നു. എന്നാൽ പൊരുത്തപ്പെടുന്ന ഒരു സ്റ്റെം സെൽ ദാതാവിനെ ലഭിച്ചില്ലെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ അപകടത്തിലാകും. I hope they get a good donor. If they get it, I hope we'll get to do a transplant and we can give them a shot at life which they deserve. They were just born without their control. I think they deserve a better chance. എനിക്കെന്നല്ല, ഇങ്ങനൊരു ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം, സാമ്പത്തികമായിട്ടോ അല്ലാതെ ഒന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ചെറിയൊരു രീതിയിൽ ഒരു രജിസ്ട്രേഷൻ, അത് വലിയ ബ്ലഡ് കുത്തിയെടുത്ത് ശരീരം നോവിക്കുന്ന രീതി ഒന്നുമല്ല. ജസ്റ്റ് നമ്മളെ കവളിൽ നിന്ന് എടുക്കുന്ന ഒരു റബ്ബ് ചെയ്തെടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ, പ്രൊസീജിയറേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് നാളെ പിറ്റേന്ന് ഒരു ഡോണർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ കാരണം ഒരു പുതുജീവൻ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കെന്നല്ല, ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പലർക്കും അത് ഉപകാരപ്പെടും. എല്ലാവരും അതിനോട് സഹകരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു രക്ഷിതാവിനും തങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരിക്കലും കാണേണ്ടി വന്നിട്ടുണ്ടാകില്ല. 3 കുട്ടികളും ജീവന് വേണ്ടി പോരാടുന്നത് കാണുന്നതിന്റെ ഭാരം ഒരു കുടുംബവും ചുമക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. എന്നാലും ഈ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നിട്ടും അവരുടെ മാതാപിതാക്കൾ ഒരു ശുഭപ്രതീക്ഷ മുറുകെ പിടിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് തന്നിക്കണ ഒരു ലാസ്റ്റത്തെ പിടിവള്ളിയാണ് ആ ഡോണർ എന്ന് പറഞ്ഞത്. ആ ഡോണറിനെ കൊടുക്കുന്നവരും അവർക്കൊരു ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന് തുല്യമാണ് ഞങ്ങളെ മക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദൈവം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീട്ടുകാരും ആരായാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നേ പറയുന്നുള്ളൂ. ദൈവം എന്ന് തന്നെ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ദൈവമാണ് അയാൾ. ഞങ്ങൾ എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. പൊരുത്തപ്പെടുന്ന ഒരു സ്റ്റെം സെൽ ദാതാവിന് അവർക്ക് അതിജീവിക്കാനും സുഖം പ്രാപിക്കാനും അത്യന്തം ആവശ്യമായ അവസരം നൽകാൻ കഴിയും. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനകത്ത് ഒരു സർജറിയും ഇൻവോൾവ് അല്ല. ഇതിനകത്ത് നമുക്ക് സ്റ്റെം സെൽ എടുത്ത് ഒരു ആളിൽ നിന്ന് പേഷ്യൻറ്റിന് കൊടുക്കണം. ഒരാളിൽ നിന്ന് വേറൊരാളിന് കൊടുക്കുന്നതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് എന്ന പേര് വന്നേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സർജറി ഇല്ല. ബിക്കോസ് നമുക്ക് സ്റ്റെം സെൽ എടുക്കണമെങ്കിൽ ബ്ലഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. സോ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്രൊസീജിയർ നോർമൽ ബ്ലഡ് കളക്ഷൻ്റെ കൂട്ടുള്ള ഒരു കയ്യിലൊരു ചെറിയ സിറിഞ്ച് വെച്ചിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ബ്ലഡിനകത്ത് സ്റ്റെം സെൽ ഉണ്ട്. ആ സ്റ്റെം സെൽ ആ ഹെൽത്തി ഡോണറിൽ നിന്നെടുത്ത് ഡിസീസ്ഡായ പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെം സെൽ ആ പേഷ്യൻ്റെ ഉള്ളിൽ വളർന്ന് പുതിയ സെല്ലുകൾ ഉണ്ടാക്കും, വിച്ച് ആർ നോർമൽ. സോ ബ്ലഡിലായുള്ള ഡിസീസസ് ക്യൂർ ചെയ്യാനുള്ള ഒരു ഡെഫിനറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ക്യൂറേറ്റീവ് തെറപ്യൂട്ടിക് പ്രൊസീജിയറാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ആൻഡ് സർജറി ഇതിനകത്ത് ഇല്ല. പിന്നെ പേരിനകത്ത് ട്രാൻസ്പ്ലാന്റ് ഉള്ളത് അത് ഡെഫിനറ്റീവാണ്. ബിക്കോസ് നമ്മൾ ഒരാളിൽ നിന്ന് വേറെ ഒരാളിൽ നിന്ന് കൊടുക്കുന്നു, അത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റാണ്. സ്റ്റെം സെൽ ഡൊണേഷനകത്ത് അങ്ങനെ ഒരു നഷ്ടവും ഇല്ല. ഇൻഫാക്ട് നമുക്ക് ഓൾറെഡി ആവശ്യത്തിലധികമുണ്ട്. നമ്മളത് കൊടുത്താലും അത് കംപ്ലീറ്റ്ലി റെപ്ലനിഷ് ആവുന്നതാണ്. ദർ ഇസ് നത്തിങ് ദറ്റ് വി ആർ ലൂസിങ്. ചുമ്മാ നമ്മളിവിടെ ഇരിക്കുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, ആൻഡ് യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സേവ് എ ലൈഫ്. അപ്പോൾ നിങ്ങളൊരു യങ് ഫിറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആൻഡ് യു വോണ്ട് ടു സേവ് സംബഡി, I think you should all register to be a stem cell donor. It has the potential to cure somebody that you don't even know, but you save a life. ഒരു സ്റ്റെം സെൽ ദാതാവായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനും അവർക്ക് അർഹമായ ഭാവി നൽകാനും കഴിയും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഈ കുട്ടികൾക്കും അവരെ പോലെ മറ്റുള്ളവർക്കും സഹായം ചെയ്യും.